നമസ്കാരം സുഹൃത്തുക്കളെ, ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ PSC അടിമുടി മാറാൻ പോകുന്ന വിവരമൊക്കെ നിങ്ങൾ എല്ലാവരും അറിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇന്ന് PSCയുടെ 10th ലെവൽ എക്സാമിനേഷന് വേണ്ടിയിട്ടുള്ള പ്രൈമറി സിലബസ് പ്രസിദ്ധീകരിച്ചിരിക്കുകയാണ്. അപ്പോൾ എന്തൊക്കെ വിഷയങ്ങളാണ് ആ സിലബസിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ടെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ പ്രിലിമിനറി സിലബസ് ഫോർ 10th ലെവൽ എക്സാമിനേഷന് ജനറൽ നോളജ്, കറണ്ട് അഫയേഴ്സ് ആൻഡ് റിനൈസൻസ് എന്ന് പറയുന്ന ഒരു സെക്ഷൻ തന്നെയാണ് പഠിക്കാൻ തന്നിരിക്കുന്നത്. ഇത് ചെക്ക് ചെയ്യുമ്പം നമ്മുടെ നേരത്തെയുള്ള LDC സിലബസിൽ നിന്നും കാര്യമായ മാറ്റങ്ങളൊന്നും ഞാൻ കാണുന്നില്ല ഈ ടോപ്പിക്കിൽ. അതായത് ആദ്യമായിട്ട് പഠിക്കാനുള്ള ഏരിയ ശാസ്ത്ര സാങ്കേതിക മേഖല, കലാ സാംസ്കാരിക മേഖല, രാഷ്ട്രീയ സാമ്പത്തിക സാഹിത്യ മേഖല, കായിക മേഖല, ഇവയുമായി ബന്ധപ്പെട്ട ഇന്ത്യയിലെയും പ്രത്യേകിച്ച് കേരളത്തിലെയും സമകാലീന സംഭവങ്ങൾ, അതായത് കറണ്ട് അഫയേഴ്സ്. ഇത് നമ്മുടെ LDC 10th ലെവൽ എക്സാമിന്റെ സിലബസിലുള്ള അതേ ടോപ്പിക് തന്നെയാണ്. അടുത്തത് ഇന്ത്യയുടെ ഭൂമിശാസ്ത്രപരമായ സവിശേഷതകൾ, അതിർത്തികളും അതിരുകളും, ഊർജ്ജ മേഖലയിലെയും ഗതാഗത വാർത്താവിനിമയ മേഖലയിലെയും പുരോഗതി, പ്രധാന വ്യവസായങ്ങൾ എന്നിവയെ സംബന്ധിച്ച പ്രാഥമിക അറിവ്. ഇതും നമ്മുടെ ഓൾറെഡി ഉള്ള സിലബസിലുള്ള ടോപ്പിക്കാണ്. ഇന്ത്യയുടെ സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയവും സാമൂഹ്യവും സാംസ്കാരികവും ആയി ബന്ധപ്പെട്ട മുന്നേറ്റങ്ങൾ, ദേശീയ പ്രസ്ഥാനങ്ങൾ, സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ നേരിട്ട പ്രധാന വെല്ലുവിളികൾ. ഓക്കെ, ഇനി ഒരു പൗരന്റെ അവകാശങ്ങളും കടമകളും, ഇന്ത്യയുടെ ദേശീയ ചിഹ്നങ്ങൾ, ദേശീയ പതാക, ദേശീയ ഗീതം, ദേശീയ ഗാനം, അടിസ്ഥാന വിവരങ്ങളും, മനുഷ്യാവകാശ കമ്മീഷൻ, വിവരാവകാശ കമ്മീഷൻ എന്നിവയെ സംബന്ധിച്ച അറിവുകളും. അപ്പൊ ഇത് പ്രത്യേകിച്ച് എടുത്തു പറഞ്ഞിട്ടുണ്ട്. ഇതൊരു മാറ്റമാണ്. പ്രത്യേകിച്ച് ഇവിടെ എടുത്തു പറഞ്ഞിട്ടുണ്ട്. ദേശീയ പതാക, ദേശീയ ഗീതം, ദേശീയ ഗാനം, അതിനെപ്പറ്റി എടുത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പം അത് ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ടതാണ്. അടുത്തായി കേരളത്തിന്റെ അടിസ്ഥാന വിവരങ്ങൾ, നദികളും കായലുകളും, വിവിധ വൈദ്യുത പദ്ധതികൾ, വന്യജീവി സങ്കേതങ്ങളും ദേശീയോദ്യാനങ്ങളും, മത്സ്യബന്ധനം, കായികരംഗം തുടങ്ങിയവയെക്കുറിച്ചുള്ള അറിവ്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് കേരളത്തിലുണ്ടായ മുന്നേറ്റങ്ങളും അതിനു പിന്നിൽ പ്രവർത്തിച്ചവരും. പിന്നെ കേരളത്തിലെ നവോത്ഥാനം, റിനൈസൻസ് ഒരു ഇമ്പോർട്ടന്റ് ടോപ്പിക്കായിട്ട് ഇവിടെ പറഞ്ഞിട്ടുള്ള സ്ഥിതി കേരളത്തിലെ സാമൂഹ്യ പരിഷ്കരണവും, അയ്യങ്കാളി, ചട്ടമ്പി സ്വാമികൾ, ശ്രീനാരായണ ഗുരു, പണ്ഡിറ്റ് കറുപ്പൻ, VT ഭട്ടതിരിപ്പാട്, കുമാരഗുരു, മന്നത്ത് പത്മനാഭൻ തുടങ്ങിയ സാമൂഹ്യ പരിഷ്കർത്താക്കൾ. അപ്പോൾ ഒട്ടുമിക്ക ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സാമൂഹ്യ പരിഷ്കർത്താക്കളെ പറ്റി നമ്മൾ പഠിക്കേണ്ടതാണ്. അപ്പൊ ഇത്രയാണ് ഫസ്റ്റ് സെക്ഷനിൽ ജനറൽ നോളജ്, കറണ്ട് അഫയേഴ്സ് ആൻഡ് റിനൈസൻസ് ഇൻ കേരളയിൽ പഠിക്കാനുള്ളത്. ഇത് പ്രിലിമിനറി സിലബസ് ആണ്, ഓർത്ത് വെക്കുക. അടുത്തതായി സയൻസിലേക്ക് പോകുന്നു. സയൻസിന് വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ സയൻസിന്റെ സിലബസ് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ LDയുടെ അതേ സിലബസ് തന്നെയാണ്, ഒരു മാറ്റവും ഇല്ല. അതായത് ആദ്യം പഠിക്കാനുള്ളത് മനുഷ്യ ശരീരത്തെക്കുറിച്ചുള്ള പൊതു അറിവ്. അത് നാച്ചുറൽ സയൻസ് വിഭാഗത്തിലാണ് വരുന്നത്. മനുഷ്യ ശരീരത്തെക്കുറിച്ചുള്ള പൊതു അറിവ്, ജീവകങ്ങളും അപര്യാപ്തത രോഗങ്ങളും, രോഗകാരികളും, കേരളത്തിലെ ആരോഗ്യക്ഷേമ പ്രവർത്തനങ്ങൾ, കേരളത്തിലെ പ്രധാന ഭക്ഷ്യ കാർഷിക വിളകൾ, വനങ്ങളും വനവിഭവങ്ങളും, പരിസ്ഥിതി പ്രശ്നങ്ങളും. അപ്പൊ ഇവിടെ അവർ ഒഴിവാക്കിയിരിക്കുന്ന ടോപ്പിക് എന്ന് പറയാൻ വേണ്ടിയിട്ട് കാർഷിക ഗവേഷണ കേന്ദ്രങ്ങൾ, ഇതിൽ നിന്നും LDയിലെ സിലബസ് വെച്ച് നോക്കുമ്പോഴത്തേക്കും അതിവിടെ ഒഴിവാക്കിയിട്ടുണ്ട്. കാർഷിക ഗവേഷണ കേന്ദ്രങ്ങൾ ഇതിനകത്ത് വന്നിട്ടില്ല ഈ നാച്ചുറൽ സയൻസിൽ. ഓക്കെ, ഇനി അടുത്തതായി ജനറൽ സയൻസിൽ, ഫിസിക്കൽ സയൻസിൽ എന്തൊക്കെയാണ്? ഫിസിക്കൽ സയൻസിൽ 12 ടോപ്പിക്കാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ഈ 12 ടോപ്പിക് തന്നെയാണ് നമ്മുടെ LD ക്ലർക്കിന്റെ 10th ലെവൽ LD ക്ലർക്കിന്റെ ഫിസിക്കൽ സയൻസിനും ഒരു മാറ്റവും ഇല്ല. ഇതിൽ ആറ്റവും ആറ്റത്തിന്റെ ഘടനയും, അയിരുകളും ധാതുക്കളും, മൂലകങ്ങളും അവയുടെ വർഗീകരണവും, ഹൈഡ്രജനും ഓക്സിജനും, രസതന്ത്രം, ദൈനംദിന ജീവിതത്തിൽ ദ്രവ്യവും പിണ്ഡവും, പ്രവൃത്തിയും ഊർജവും അതിന്റെ പരിവർത്തനവും, താപവും ഊഷ്മാവും, പ്രകൃതിയിലെ ചലനവും ബലവും, ശബ്ദവും പ്രകാശവും, സൗരയൂഥവും സവിശേഷതകളും. ഇത് അതേ ടോപ്പിക് തന്നെയാണ്. ഓക്കെ, ഒരു മാറ്റവും ഇല്ല. ഇനി അടുത്തതായി സിമ്പിൾ അരിത്തമെറ്റിക് ആൻഡ് മെന്റൽ എബിലിറ്റി ആണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അതായത് സിമ്പിൾ അരിത്തമെറ്റിക് ആൻഡ് മെന്റൽ എബിലിറ്റി ആണ്. അതിൽ സിമ്പിൾ അരിത്തമെറ്റിക്കില് സംഖ്യകളും അടിസ്ഥാന ക്രിയകളും, ഇത് നമ്മുടെ LD സിലബസിലുള്ള അതേ ഇത് തന്നെയാണ്. പിന്നെ ലസാഗു, ഉസാഖ, ഭിന്നസംഖ്യ, ദശാംശ സംഖ്യകൾ, വർഗവും വർഗമൂലവും, ഇത് 5 ടോപ്പിക്കും ബേസിക് മാത്തമാറ്റിക്സിൽ വരുന്നതാണ്. ശരാശരി, ലാഭവും നഷ്ടവും, സമയവും ദൂരവും. ഇത്രയാണ് ആദ്യത്തെ ലഘുഗണിതത്തിൽ. അടുത്തത് മാനസിക ശേഷിയും നിരീക്ഷണ പാഠവ പരിശോധനയും, റീസണിങ്, മെന്റൽ എബിലിറ്റിയിൽ വരുന്നത് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ
ഗണിത ചിഹ്നങ്ങൾ ഉപയോഗിച്ചുള്ള ക്രിയകൾ, ശ്രേണികൾ, സമാന ബന്ധങ്ങൾ, തരംതിരിക്കൽ, അർത്ഥവത്തായ രീതിയിൽ പദങ്ങളുടെ ക്രമീകരണം, ഒറ്റയാനെ കണ്ടെത്തൽ, വയസ്സുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, സ്ഥാനനിർണ്ണയം, ഇത്രയാണ് മെന്റൽ എബിലിറ്റിയിൽ വരുന്നത്. അപ്പൊ ഇത്രയാണ് നമ്മുടെ പ്രിലിമിനറി സിലബസ്. നോക്കുമ്പോഴത്തേക്കും വളരെ ഈസി ആയിട്ട് എല്ലാവർക്കും ക്രാക്ക് ചെയ്യാൻ പറ്റും ഈ പ്രിലിമിനറി എക്സാം. അതായത് ആകെ ഇതിനകത്ത് GK, കറണ്ട് അഫയേഴ്സ്, റിനൈസൻസ്, പിന്നെ മാത്സ് ആൻഡ് മെന്റൽ എബിലിറ്റി, ജനറൽ സയൻസ്, ഈ 3 ടോപ്പിക് മാത്രമേ വരുന്നുള്ളൂ. നമ്മുടെ ലാംഗ്വേജസ് ഇംഗ്ലീഷ് ഇല്ല, മലയാളം ഇല്ല, അത് അടുത്ത ലെവലിലേക്കാണ് അവർ മാറ്റി വെച്ചിരിക്കുന്നത്. അപ്പോൾ ഈ സിലബസ് കൊണ്ട് ആരും പേടിക്കുമെന്ന് വേണ്ട, കാരണം നമ്മൾ പഠിച്ചു വന്ന അതേ സിലബസ് തന്നെയാണ്, വലിയ വ്യത്യാസമൊന്നുമില്ല. 2 എക്സാമായിട്ട് സ്പ്ലിറ്റ് ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ സിലബസ് കണ്ടപ്പോൾ എല്ലാവർക്കും നല്ലൊരു ആശ്വാസം ആയിക്കാണും. കാരണം PSC നമുക്ക് വേണ്ടി ചതിക്കുഴിയല്ല, നമ്മളെ നന്നായിട്ട് നമുക്ക് കുറച്ച് ഈസി ആക്കി തന്നു എന്നാണ് എൻ്റെ കാഴ്ചപ്പാടിൽ എനിക്ക് തോന്നിയ കാര്യം. ഓക്കെ, അപ്പോൾ തുടർന്നുള്ള വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതാണ്. കറക്റ്റായിട്ട് ഫോളോ ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. വീണ്ടും കാണാം. താങ്ക്